ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള ക്യൂട്ടായിട്ടുള്ള ഈദ് മണി കാർഡ്സ് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാം. അതിനായിട്ട് തന്നെ ഫസ്റ്റ് തന്നെ പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് അതിൽ സെർച്ചിൽ ഈദ് ചിൽഡ്രൻസ് കാർട്ടൂൺ പിക്ചർ എന്ന് അങ്ങനെയൊക്കെ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള കാർട്ടൂൺ പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യണമെന്ന് തന്നെ കൺഫ്യൂഷൻ ആവും, കാരണം അത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്ന് ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ താഴെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇമേജ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിൽ സ്ക്രോൾ ചെയ്ത് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ചില ഇമേജിലൊക്കെ ഈദ് മുബാറക്ക് നല്ല കാലിഗ്രഫി ഉള്ളതുണ്ട്. അപ്പോൾ ഞാൻ ഇല്ലാത്ത ഒന്നാണ് സെലക്ട് ചെയ്തിട്ട് അതിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളത് എടുത്തിട്ട് അതിൽ ചെയ്താലും മതി. അപ്പോൾ അതിൽ തന്നെ ഒന്ന് ഏത് ടെക്സ്റ്റ് കാലിഗ്രഫി എന്നൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൽ നിന്നും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു കാർട്ടൂൺ പിക്ചർ സെലക്ട് ചെയ്യണം. എന്നിട്ട് താഴെ ഫിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഫോട്ടോ ഒന്ന് ബാക്കിലോട്ടാക്കി കൊടുക്കണം. ഇനി അതിലേക്ക് നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കാലിഗ്രഫിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മുകളിൽ നിന്ന് ലെയേഴ്സ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആ ഫോട്ടോൻ്റെ താഴെ ആക്കിയെടുക്കാം. എന്നിട്ട് താഴെയുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സൈസ്, ആ ഒരു ഇമേജിൻ്റെ ഫുള്ളായിട്ടുള്ള സൈസൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാം. ഇനി ഇതൊന്ന് സേവ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നെക്സ്റ്റ് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റം സൈസ് കാണാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനതിൽ ഹൈറ്റ് 9ഉം വെയ്റ്റ് 12ഉം യൂണിറ്റ്സ് CM ആയിട്ട് കൊടുത്തിട്ട് ഡൗൺ ചെയ്യാണ്. നിങ്ങൾക്കൊരു ബ്ലാങ്ക് ആയിട്ട് ആ ഒരു സൈസിലുള്ളൊരു പേജ് ഓപ്പൺ ആയി വരും. ഇനി ഈ പേജിലേക്ക് നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പിക്ചർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. താഴെ അപ്ലോഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ കയറി നിങ്ങൾ ഈ ഒരു ഇമേജ് ഇതിലേക്ക് സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് അതാ പേജിലേക്ക് ഫുള്ളായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എന്തെങ്കിലും എലമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ താഴെ കാണുന്ന എലമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഈദ് മുബാറക്ക് എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് കാണാം. പിന്നെ ഇതിലുള്ള ഈദ് മുബാറക്കിൻ്റെ കാലിഗ്രഫി ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, പേയ്മെൻറ്റ് ഇല്ലാത്തത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്ന് ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആണ് സെലക്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ 2-3 എലമെൻറ്റ്സ് ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, ഏതാണ് ഭംഗി എന്നൊക്കെ നോക്കുന്നുണ്ട്. ഈ ഒരു എലമെൻ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് മുകളിലുള്ള ആരോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്തെടുക്കാം. പിന്നെ അതിൽ ക്യാഷ് വെക്കാനുള്ള ഒരു ഭാഗത്ത് ഒരു ഗ്യാപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇമേജ് ഒന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രിൻറ്റ് നല്ല ക്വാളിറ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ PDF പ്രിൻറ്റ് സെലക്ട് ചെയ്താൽ മതി. ഇനി ക്യാൻവയിൽ തന്നെ ഹോം പേജ് വീണ്ടും എടുക്കണം. ഞാനിപ്പോൾ A4 ഡോക്യുമെൻറ്റിലാണ് പ്രിൻ്റ് എടുക്കാൻ പോണത്. അപ്പോൾ ഞാൻ A4ൽ എഡിറ്റ് ചെയ്യണതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ അതിനായിട്ട് A4 ഡോക്യുമെൻറ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ടുള്ളൊരു പേജ് കിട്ടും. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ഒരു ഇമേജ് തന്നെ നിങ്ങളിങ്ങനെ അതിൽ നിന്ന് തന്നെ കോപ്പി എടുത്ത് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഏത് സൈസിലാണ് ഈ ഒരു കാർഡ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു A4 പേപ്പർ എടുത്തിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഇതാ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു A4 ഡോക്യുമെൻറ്റിൽ നിങ്ങൾക്ക് 8 കാർഡ് ചെയ്തെടുക്കാം. പിന്നെ മുകളിലുള്ള ആരോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് സേവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈദ് മണി കാർഡ്സ് എഡിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇതവിടെ ഞാൻ പ്രിൻ്റ് എടുത്ത് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാർഡിന് 10 വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇതിൽ വെക്കുന്ന ക്യാഷ് നിങ്ങൾ കയ്യിൽ നിന്ന് എടുത്ത് വെക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റും കൂടി കസ്റ്റമറുടേക്ക് ഒന്ന് മേടിക്കണം. പിന്നെ നിങ്ങളിത് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങളിങ്ങനെ ഇത് വേർട്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എലമെൻറ്റ്സിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈൻസ് കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ലൈനിലൂടെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും.
ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ലൈൻ വെച്ച് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് മനസ്സിലാവില്ല. അങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാർഡ്സ് ആയിട്ട്. ഇതിൽ നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ബ്ലേഡ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ വേറൊരു പേജിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് മതി ഇങ്ങനെ ചെയ്യാം. നോട്ടിന് എത്ര ഇറങ്ങി നിൽക്കാൻ വിടുത്തൊക്കെ വരിക എന്നൊക്കെ നോക്കിയിട്ട് മതി. ഇനി അതിലേക്ക് ഒരു നോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചെറുതായിട്ട് റോൾ ചെയ്തിട്ടാണ് വെച്ചെടുക്കേണ്ടത്. ഞാൻ മുന്നേ ഒരു ഡിജിറ്റൽ സേവ് ദ ഡേറ്റ് വീഡിയോ എഡിറ്റ് ചെയ്യണത് എങ്ങനെയെന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേർക്ക് നല്ലോണം യൂസ്ഫുൾ ആയിന്ന് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ 2-3 പേര് അത് നോക്കി ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ വിട്ടു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലുള്ള എഡിറ്റിംഗ് വീഡിയോസ് അതുപോലെ ട്യൂട്ടോറിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. എനിക്കറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് മണി കാർഡ്സ് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.